പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, കേരളവുമായിട്ട് ബന്ധപ്പെട്ട കേരള അടിസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ആണ്. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് കേരള ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റ് അനുബന്ധ വസ്തുതകളുമാണ് നോക്കുന്നത്. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽത്തിട്ടാം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മേ എന്ന വരികൾ ആരുടെയാണ്? വള്ളത്തോൾ നാരായണ മേനോന്റേതാണ്. അത് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ കേരള ഭൂമിശാസ്ത്രം നമ്മൾ ആരംഭിക്കുന്നത്. കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 18 മിനിറ്റിനും 12 ഡിഗ്രി 48 മിനിറ്റിനും പൂർവ്വ രേഖാംശം 74 ഡിഗ്രി 52 മിനിറ്റിനും 77 ഡിഗ്രി 24 മിനിറ്റിനും ഇടയിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 18 മിനിറ്റിനും 12 ഡിഗ്രി 48 മിനിറ്റിനും പൂർവ്വ രേഖാംശം 74 ഡിഗ്രി 52 മിനിറ്റിനും 77 ഡിഗ്രി 24 മിനിറ്റിനും ഇടയിലാണ് എന്തിന്റെ സ്ഥാനം? കേരളത്തിന്റെ സ്ഥാനം. കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. അത് ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ 1.18%. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ 1.18% കേരളം. കേരളത്തിന്റെ മൊത്തം വിസ്തീർണം എന്ന് പറയുന്നത് 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെ അല്ലെ? പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലും കിഴക്കും തെക്കും തമിഴ്നാട്. പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടല്, കിഴക്കും തെക്കും തമിഴ്നാടും വടക്ക് ഭാഗത്ത് കർണാടകവും കേരളവുമായി അതിർത്തി പങ്കിടുന്നു. അതായത് ഈ ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? അറബിക്കടലിൽ വരുന്ന ഭാഗം ഏതാണ്? പടിഞ്ഞാറ് ഭാഗമാണ്. കിഴക്കും തെക്കും അല്ലെ? ഈ ഭാഗം കിഴക്ക് ഈ ഭാഗവും തെക്കിന്റെ ഈ ഭാഗം ഏതാണ്? തമിഴ്നാടുമാണ്. വടക്ക് ഭാഗത്താണ് ആര് വരുന്നത്? കർണാടക അതിർത്തി പങ്കിടുന്നത് അല്ലെ? അപ്പം രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് കേരളം അതിർത്തി പങ്കിടുന്നുണ്ട്. ഒന്ന് കർണാടകവും ഒന്ന് തമിഴ്നാടും. ക്ലിയർ അല്ലേ? കേരളത്തിന്റെ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാടെന്നും ഇടനാടെന്നും തീരപ്രദേശം, താഴ്വാരം, തീരസമതലം എന്നിങ്ങനെ 4 ഭൂവിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അല്ലെ? എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട്, ഇടനാട്, താഴ്വാരം, തീരസമതലം എന്നിങ്ങനെ 4 ഭൂവിഭാഗങ്ങളായും പൊതുമരാമത്ത് വകുപ്പ് കേരളത്തിനെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അതിൽ ഒന്നാമത്തെ ഭാഗം അല്ലെങ്കിൽ ഒന്നാമത്തെ നമ്മുടെ ഡിവിഷൻ എന്ന് പറയുന്നത് ഏത് ഭാഗമാണ്? ഹൈലാൻഡ്സ് അല്ലെങ്കിൽ മലനാട് എന്ന് പറയും. മലനാട് അല്ലെ? മലനാട് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത് അല്ലെ? കേരളത്തിന്റെ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗമാണ് അല്ലെ? ഈ ഭാഗമാണ് കിഴക്ക് എന്ന് പറയുന്നത് അല്ലെ? അപ്പം കിഴക്ക് ഭാഗത്താണ് ഏത് ഭാഗം സ്ഥിതി ചെയ്യുന്നത്? മലനാട് ഭാഗം സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് ഭാഗത്താണ്. പശ്ചിമഘട്ടത്തിൽ നിന്നും താഴേക്ക് ചെരിഞ്ഞു കിടക്കുന്ന ഭൂപ്രദേശമാണിത്. പശ്ചിമഘട്ടത്തിൽ നിന്നും താഴേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന ഭൂപ്രദേശമാണ് മലനാട്. തിങ്ങി നിറഞ്ഞ വനങ്ങളാൽ സമ്പുഷ്ടമായ പ്രദേശമാണ് മലനാട്. ഓക്കെ അല്ലെ? കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 48% മലനാടാണ്. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 48% ഏത് ഭാഗമാണ്? മലനാടാണ്. അതായത് 100-ൽ 48 ആരാണ്? മലനാടാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചാൽ മതിയാവും അല്ലെ? അവിടെ ഏലമുണ്ട്, കുരുമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, തേയിലയുണ്ട്, കാപ്പിയുണ്ട്, റബ്ബറുണ്ട് മുതലായവയാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഏലം, കുരുമുളക്, ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, തേയിലയുണ്ട്, കാപ്പിയുണ്ട്, റബ്ബർ മുതലായവയാണ് പ്രധാനമായിട്ടും മലനാട് ഭാഗത്ത് എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത് അല്ലെ? കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? മലനാട് ഭൂപ്രകൃതിയിലാണ് കേരളത്തിലെ നദികളെല്ലാം
ഉത്ഭവിക്കുന്നത്. മിക്ക നദികളും ഉത്ഭവിക്കുന്നത് എവിടെയാണ്? മലനാട് ഭൂപ്രകൃതിയിലാണ്. ഓക്കെ അല്ലെ? കിഴക്കൻ മലനിരകളുടെ അല്ലെങ്കിൽ മലനാടിന്റെ ഭാഗമാണ് സഹ്യാദ്രി. കിഴക്കൻ മലനിരകളുടെ ഭാഗമാണ് ഏത്? സഹ്യാദ്രി എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? 30 ഡിഗ്രി സെൽഷ്യസ് ആണ് മലനാട്ടിലെ എന്ത് താപനില എന്ന് പറയുന്നത്. 30 ഡിഗ്രി സെൽഷ്യസ് ആണ് 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് മലനാട്ടിലെ താപനില എന്ന് പറയുന്നത്. എന്താണ്? 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് മലനാട്ടിലെ താപനില എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സംഘകാലഘട്ടത്തിൽ ഈ പ്രദേശം കുറിഞ്ചി എന്നും മുല്ല എന്നും അറിയപ്പെട്ടിരുന്നു. ഈ ഒരു ചോദ്യം ഒന്ന് മനസ്സിലാക്കി വെച്ചോണം. നമ്മുടെ LGS-നകത്തും LDC-കകത്തൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ഏതാണ്? സംഘകാലഘട്ടത്തിൽ കുറിഞ്ചി എന്നും മുല്ല എന്നും അറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതായിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാം. മലനാട് ഭാഗമാണ് അല്ലെങ്കിൽ മലകളുള്ള ഭാഗങ്ങളാണ് കുറിഞ്ചി എന്നും മുല്ല എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലെ? കുറിഞ്ചി എന്ന പ്രദേശത്ത് അധിവസിച്ചിരുന്നവർ വേട്ടുവർ എന്നും മുല്ലൈ എന്ന പ്രദേശത്തുണ്ടായിരുന്നവർ ഇടയർ എന്നും അറിയപ്പെട്ടിരുന്നു. അല്ലെ? എന്താണ്? കുറിഞ്ചി എന്ന പ്രദേശത്ത് അധിവസിച്ചിരുന്നവർ വേട്ടുവർ, മുല്ലൈ എന്ന പ്രദേശത്ത് അധിവസിച്ചിരുന്നവർ ഇടയർ എന്നും ആണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ അല്ലെ? വയനാട് പീഠഭൂമി, ആനമല, നെല്ലിയാമ്പതി, അഗസ്ത്യാർ മലകൾ എന്നിവ മലനാടിന്റെ ഭാഗങ്ങളാണ്. മലകൾ ഉള്ളത് കൊണ്ട് ആര് വരും? വയനാട് പീഠഭൂമി വരും, ആനമല വരും, നെല്ലിയാമ്പതി വരും, അഗസ്ത്യാർ മലകൾ വരും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ആരെ കുറിച്ച്? മലനാടിനെ കുറിച്ച്. അപ്പൊ കേരളത്തിന്റെ ഭൂപ്രകൃതി അല്ലെങ്കിൽ വിസ്തൃതിയുടെ 48% ഏത് ഭാഗമാണ്? മലനാടാണ്. മലനാട്ടിലെ താപനില എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ആയിരിക്കും. അല്ലെ? തിങ്ങി നിറഞ്ഞ വനങ്ങളാൽ സമ്പുഷ്ടമായ പ്രദേശമാണ്. അല്ലെ? താഴോട്ട് ചെരിഞ്ഞു കാണപ്പെടുന്ന പ്രദേശമാണ്. അവിടെ ഏലമുണ്ട്, കുരുമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, തേയിലയുണ്ട്, കാപ്പിയുണ്ട്, റബ്ബർ മുതലായവയാണ് ഇവിടുത്തെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അപ്പോ മലനാടുമായിട്ട് ബന്ധപ്പെട്ട നമ്മളൊരു മല പഠിക്കാൻ പോവുക അല്ലെങ്കിൽ വലിയൊരു ഇത് പഠിക്കാൻ പോവുകയാണ്. ആനമുടി. ഏതാണ്? ആനമുടിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോവാണ്. ആനമുടി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് 2695 മീറ്റർ ആണ്. 2695 മീറ്റർ ആണ്. 8842 അടി ആണ് ഉയരം. എത്രയാണ്? 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. അത് അടിക്കണക്കിൽ പറയുമ്പോൾ 8842 അടിയാണ് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആനമുടി. അല്ലെ? പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആനമുടി അല്ലെ? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ്. അതിന്റെ ഉയരം എന്ന് പറയുന്നത് മീറ്ററിൽ പറയുമ്പോൾ 2695 മീറ്ററും അടിക്കണക്കിൽ പറയുമ്പോൾ 8842 അടിയുമാണ്. ക്ലിയർ അല്ലേ? ഇടുക്കിയിൽ ദേവികുളം താലൂക്കിൽ കണ്ണൻദേവൻ ഹിൽസ് വില്ലേജിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. എവിടെയാ? ഇടുക്കി ജില്ലയിലാണ്. എവിടെയാ? ദേവികുളം താലൂക്കിലാണ്. താലൂക്കിൽ കണ്ണൻദേവൻ ഹിൽസ് വില്ലേജിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് എവിടെയാണ്? ആനമുടിയിലാണ്. ആനമലയുണ്ട്, പളനിമലയുണ്ട്, ഏലമലയുണ്ട്. ഇവയെല്ലാം സംഗമിക്കുന്നത് എവിടെ വെച്ചാണ്? ആനമുടിയിൽ വെച്ചാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ആനമുടിയുടെ വടക്ക് ഭാഗത്ത് ആനമലയും വടക്ക് കിഴക്ക് ഭാഗത്ത് പളനിമലയും തെക്ക് ഭാഗത്ത് ഏലമലയും സ്ഥിതി ചെയ്യുന്നു. എന്താണ്? ആനമുടിയുടെ വടക്ക് ഭാഗത്ത് ആനമല, വടക്ക് ഭാഗത്ത് ആനമല, വടക്ക് കിഴക്ക് ഭാഗത്ത് പളനിമല, തെക്ക് ഭാഗത്ത് ഏലമലയും സ്ഥിതി ചെയ്യുന്നു. ഓക്കെ അല്ലേ? ആനമുടി കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏത് ദേശീയോദ്യാനത്തിന്റെ ഭാഗമായാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ആരുടെ? ആനമുടി കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്താണ്. ഇരവികുളം എവിടെയാണ്? ഇടുക്കി തന്നെയാണ്. അപ്പൊ ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ആനമുടി കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലെ? ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി. ഏതാണ്? നീലഗിരി സുഖവാസ കേന്ദ്രം. ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി സുഖവാസ കേന്ദ്രം. ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്ത് ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഏത്? ആനമുടി. ഹിമാലയത്തിന്റെ തെക്ക് ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഏത്? ആനമുടി എന്നറിയപ്പെടുന്നത്. ആനമുടി അല്ലെ? ക്ലിയർ അല്ലേ? അത് നമ്മൾ ആനമുടിയെ കുറിച്ച് പറയാൻ കാര്യം എന്താ? ആനമുടി എന്ന് പറയുന്നത് മലനാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ടാണ് നമ്മൾ ആരെക്കുറിച്ച് ചർച്ച ചെയ്തത്? ആനമുടിയെ കുറിച്ച് ചർച്ച ചെയ്തത്.
രണ്ടാമത്തെ നമ്മുടെ കേരളത്തിന്റെ ഭൂവിഭാഗത്തിൽ രണ്ടാമത് ആരാണ് വരുന്നത്? ഇടനാട് എന്ന് പറയും. മിഡായിട്ട് വരുന്ന, നടുക്കായിട്ട് വരുന്ന ആൾക്കാരാണ് അല്ലെ. മലനാടിനും തീര സമതലത്തിനും ഇടയിലുള്ള ഭൂവിഭാഗമാണ് ഇടനാട് എന്നറിയപ്പെടുന്നത്. ഇടയ്ക്കുള്ള നാട് ഇടനാട്. അപ്പൊ മലനാടുണ്ട് ഇവിടെ, പിന്നെ തീരസമതലമുണ്ട്, അതിന്റെ ഇടയ്ക്കുള്ള ആളാണ് ആര്? ഇടനാട് എന്ന് പറയുന്നത്. എക്കൽ മണ്ണിനാൽ സമ്പുഷ്ടമായ പ്രദേശമായതിനാൽ നെല്ലാണ് ഇവിടുത്തെ പ്രധാന കൃഷി ഇനം. എക്കൽ മണ്ണ് ഒത്തിരി കാണുന്നു, അപ്പൊ അതുകൊണ്ട് ഏതാണ് ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത്? നെല്ലാണ് പ്രധാന കൃഷി എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 42%, കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 42% ഇടനാടാണ്. 48% എന്ന് പറയുന്നത് മലനാടാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ 48 42 കൂടിച്ചേർമ്പോ എത്രയായി? 90%. അപ്പൊ മലനാടും ഇടനാടോട് കൂടിച്ചേർന്ന് 90% കൊണ്ടുപോയി. അതിൽ 48% മലനാടും 42% ഇടനാടുമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. കേരളത്തിന്റെ വിസ്തൃതിയുടെ 42%. സംഘകാലത്ത് ഈ പ്രദേശം മരുതം എന്നറിയപ്പെട്ടത് ഏത് പ്രദേശമാണ്? ഇടനാടാണ്. സംഘകാലത്ത് ഈ പ്രദേശം മരുതം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവിടുത്തെ നിവാസികളെ ഉഴവർ എന്നും വിളിച്ചിരുന്നു. ഇവിടുത്തെ നിവാസികളെ എങ്ങനെ വിളിച്ചിരുന്നത്? ഉഴവർ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ സംഘകാലത്ത് മുല്ലയും കുറിഞ്ചിയൊക്കെ ഏതാണ്? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സംഘകാലത്ത് മരുതം എന്നറിയപ്പെട്ടിരുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? ഇടനാടാണ്. അവിടുത്തെ നിവാസികളെ നമ്മൾ വിളിച്ചിരുന്ന പേര് ഉഴവർ എന്നാണ് വിളിച്ചിരുന്നത്. എന്താണ് വിളിച്ചിരുന്നത്? ഉഴവർ എന്നാണ് വിളിച്ചിരുന്നത്. ക്ലിയർ അല്ലേ? വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് കുന്നുകൾ അല്ലെങ്കിൽ ചെങ്കൽ കുന്നുകളാണ്. എന്താണ്? വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് കുന്നുകൾ അല്ലെങ്കിൽ ചെങ്കൽ കുന്നുകളാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്നാണ് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. എന്താണ്? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്നാണ് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. കേരളത്തിലെ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശമാണ് ഇടനാട്. കേരളത്തിലെ ഏറ്റവും അധികം വിളയുടെ വൈവിധ്യങ്ങൾ എവിടെയാണ് കാണാൻ പറ്റുന്നത്? ഇടനാട്ടിലാണ് കാണാൻ വേണ്ടി സാധിക്കുക. ഓക്കെ അല്ലെ? ഇടനാട്ടിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് റബ്ബർ, ഏത്തവാഴ, കിഴങ്ങ് വർഗ്ഗങ്ങൾ. ഏതൊക്കെയാ? റബ്ബറുണ്ട്, ഏത്തവാഴയുണ്ട്, കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന ആണ് എവിടെ? ഇടനാട്ടിലെ പ്രധാന കൃഷി രീതി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തതാരാ? തീരസമതലം ലോലാൻസ് അല്ലെ. തീരസമതലം ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് തീരസമതലങ്ങളിലാണ്. ഓക്കെ അല്ലേ? അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിന്റെ പടിഞ്ഞാറൻ ഭാഗമാണ് കേരളത്തിന്റെ തീരസമതലം എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? അറബിക്കടലുണ്ട്. ഇങ്ങനെ അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിന്റെ പടിഞ്ഞാറൻ ഭാഗമാണ് കേരളത്തിന്റെ തീരസമതലം എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 10% തീരപ്രദേശം അല്ലെങ്കിൽ തീരസമതലം. എത്രയാണ്? കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 10% തീരപ്രദേശം. നെല്ല് കൃഷിക്ക് അനുയോജ്യമായ എക്കൽ മണ്ണ് കാണപ്പെടുന്നു. നെൽകൃഷിക്ക് അനുയോജ്യമായ എക്കൽ മണ്ണ് കാണപ്പെടുന്നത് തീരസമതലത്തിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. തെങ്ങ്, നെല്ല് എന്നിവയാണ് പ്രധാന വിളകൾ. തെങ്ങ്, നെല്ല് എന്നിവ പ്രധാന വിളകളാണ്. സംഘകാലഘട്ടത്തിൽ ഈ പ്രദേശങ്ങൾ നെയ്തൽ എന്നറിയപ്പെട്ടിരുന്നു. ഏതാണ്? നെയ്തൽ. സംഘകാലഘട്ടത്തിൽ കുറിഞ്ചി ആരാണെന്നറിയാം, മുല്ല ആരാണെന്നറിയാം. മുമ്പേ പഠിച്ചത് ആരെക്കുറിച്ചാണ് പഠിച്ചത്? ഇവിടെ ഇടനാടിന്റെ കാര്യം പറഞ്ഞപ്പോൾ മരുതം പറഞ്ഞായിരുന്നു അല്ലെ. അതുപോലെ തന്നെ എന്താണ്? സംഘകാലഘട്ടത്തിൽ എന്താണ്? നെയ്തൽ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? തീരപ്രദേശത്തുള്ള ആൾക്കാരാണ് നെയ്തൽ എന്നറിയപ്പെട്ടിരുന്നത്. ഇവിടെ അധിവസിച്ചിരുന്നവർ പരവർ, മീനവർ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നു. എന്താണ്? ഇവിടെ അതായത് ഏത് ഭാഗത്താ? നെയ്തൽ ഭാഗത്ത് അധിവസിച്ചിരുന്നവരെ നമ്മൾ പരവർ എന്ന് വിളിക്കാറുണ്ട്, പിന്നെ മീനവർ എന്ന് വിളിക്കാറുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക, ക്ലിയർ ആക്കുക, മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? പിന്നെ കടൽ തീരമില്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, കടൽ തീരമില്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാ? പാലക്കാട്ടിലില്ല, കോട്ടയത്ത് കടൽ തീരമില്ല, ഇടുക്കിയിൽ കടൽ തീരമില്ല, വയനാട്ടിൽ കടൽ തീരമില്ല, പത്തനംതിട്ടയിൽ കടൽ തീരമില്ല. അപ്പം 1, 2, 3, 4, 5 നമ്മുടെ 14 ജില്ലകളിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ എന്ന് പറയുന്നത് 5 ജില്ലകളാണ്. കടൽ തീരമില്ലാത്ത ജില്ലകൾ 5 ജില്ലകളാണ്. പാലക്കാട്, പിന്നെ കോട്ടയം, ഇടുക്കി, വയനാട്, പത്തനംതിട്ട എന്നിവയാണ് കടൽ തീരമില്ലാത്ത കേരളത്തിലെ ജില്ലകൾ. ക്ലിയർ അല്ലേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് സമുദ്രതീരമുള്ള താലൂക്ക് എന്ന് പറയുന്നത്? ചേർത്തല താലൂക്കാണ്. ഏതാണ്? ചേർത്തല താലൂക്ക്. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് കോർപ്പറേഷനാ? തൃശൂർ കോർപ്പറേഷൻ ആണ്. ക്ലിയർ അല്ലേ? വർക്കല ക്ലിഫ് ആണ് തീരപ്രദേശത്തെ ഏറ്റവും ഉയർന്ന പ്രദേശം. ഏതാണ്? വർക്കല ക്ലിഫ് ആണ് തീരപ്രദേശത്തെ ഏറ്റവും ഉയർന്ന
പ്രദേശം. ക്ലിയർ? കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടത് വർക്കല ക്ലിഫാണ്. കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? വർക്കല ക്ലിഫാണ്. ക്ലിയർ അല്ലേ? അതില് പിന്നെ അടുത്തു പോകുന്ന കാര്യം എന്താ? കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം ശരാശരി 575 കിലോമീറ്ററും കിഴക്ക് പടിഞ്ഞാറ് വീതി ശരാശരി 60 കിലോമീറ്ററുമാണ്. അതായത് തെക്ക് വടക്ക് ഇത് 575, അതാണിത് 575 കിലോമീറ്ററും പിന്നെ കിഴക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് എത്രയാ? ശരാശരി വീതി എന്ന് പറയുന്നത് 60 കിലോമീറ്ററുമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ക്ലിയർ അല്ലേ? കേരളത്തിന്റെ 9 ജില്ലകൾ അറബിക്കടലുമായി തീരം പങ്കിടുന്നു. കേരളത്തിന്റെ 9 ജില്ലകൾ അറബിക്കടലുമായിട്ട് തീരം പങ്കിടുന്നു. ആകെ സമുദ്രതീര ദൈർഘ്യം 580 കിലോമീറ്റർ ആണ്. 580 കിലോമീറ്റർ ആണ്. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ കണക്ക് പ്രകാരം 590 കിലോമീറ്റർ ആണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതില് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയാണ്. 87 കിലോമീറ്റർ കടൽ തീരം ആർക്കുണ്ട്? കണ്ണൂർ ജില്ലയ്ക്കുണ്ട്. കുറവ് കടൽ തീരമുള്ള ജില്ല എന്ന് പറയുന്നത് ഏതാണ്? കൊല്ലം ജില്ലയാണ്. 37 കിലോമീറ്റർ ആണ് കടൽ തീരം ഉള്ളത്. ക്ലിയർ അല്ലേ? പിന്നീട് പറഞ്ഞ കാര്യമാണ് കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ എന്ന് പറയുന്നത് 5 ആണെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് പറഞ്ഞു ചേർത്തലയാണെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ ലാസ്റ്റ് പറയുന്നു എന്താണ്? തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്നിവ. ഏതാണ്? തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് ഇൽമനൈറ്റ്, മോണോസൈറ്റ്. ഏതാണ്? ഇൽമനൈറ്റ്, മോണോസൈറ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേരളത്തിന്റെ ഏതാണ് ഭൂവിഭാഗത്തിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഏതാണ്? 48% മലനാടും പിന്നെ 42% ഇടനാടും 10% ഏതുമാണ്? തീരപ്രദേശമാണ് കേരളത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് കേരളത്തിന്റെ ഭൂപ്രകൃതി. കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ 7 ആയിട്ട് തിരിച്ചിരിക്കുന്നു. കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ 7 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത്. കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ 7 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് പടിഞ്ഞാറൻ തീരസമതലം. അത് എന്താ പറയുന്നത്? സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 10 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത്. എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 10 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം. കേരളത്തിലെ കായലുകൾ ഈ മേഖലയിൽ കാണപ്പെടുന്നു. കേരളത്തിലെ കായലുകൾ കാണപ്പെടുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ പടിഞ്ഞാറൻ തീരസമതലം ഭാഗത്താണ് കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ? കുട്ടനാട് ഏത് ഭാഗത്താണ് എന്ന് ചോദിച്ചാൽ പടിഞ്ഞാറൻ തീരസമതലം മേഖലയിലാണ് കുട്ടനാട് അല്ലെ. കേരളത്തിലെ മിക്ക നദികളും ഈ പ്രകൃതി വിഭാഗത്തിൽ വെച്ചാണ് കടലിനോട് ചേരുന്നത് അല്ലെ. നമുക്കറിയാം ഇങ്ങനെ അറബിക്കടൽ ഇങ്ങനെ പോകുന്ന കാര്യം നമുക്കറിയാമല്ലോ. അപ്പം കേരളത്തിലെ മിക്ക നദികളും എന്താണ് കടലിലോട്ട് ചേരുന്നത് എവിടെ വെച്ചാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ ഏതാണ്? കേരളത്തിന്റെ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്ന ഭാഗത്തുകൂടിയാണ് കടലിനോട് ചേരുന്നത്. എക്കൽ മണ്ണാണ് ഇവിടുത്തെ പ്രധാന മണ്ണിനം. ഏത് മണ്ണാണ്? എക്കൽ മണ്ണാണ് ഇവിടുത്തെ പ്രധാന മണ്ണിനം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ഭൂവിഭാഗം എന്ന് പറയുന്നത് തൃശൂർ കാഞ്ഞങ്ങാട് സമതലം. തൃശൂരിലെ കോൾ നിലങ്ങൾ ഈ സമതലത്തിന്റെ ഭാഗമാണ്. തൃശൂർ കാഞ്ഞങ്ങാട് സമതലം. അടുത്തത് പാലക്കാട് ചുരം എന്നുള്ളതാണ് മൂന്നാമത്തെ ഭൂവിഭാഗം. അതിൽ എന്തൊക്കെയാ വരുന്നത്? പ്രളയ സമതലങ്ങൾ, എക്കൽ വിശറികൾ, കുന്നുകൾ, ചെറിയ ചെരിവോട് കൂടി സമതലങ്ങൾ എന്നിവ കാണപ്പെടുന്നു. എന്തൊക്കെയാ? പ്രളയ സമതലങ്ങൾ, എക്കൽ വിശറികൾ, കുന്നുകൾ, ചെറിയ ചെരിവോട് കൂടിയ സമതലങ്ങൾ എന്നിവ കാണപ്പെടുന്നത് പാലക്കാട് ചുരത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലെ. ഇവിടെ കറുത്ത മണ്ണ്, ലാട്രൈറ്റ് മണ്ണ്, നദീതട എക്കൽ മണ്ണ് എന്നിവ കാണപ്പെടുന്നു. എന്താണ്? കറുത്ത മണ്ണുണ്ട്, ലാട്രൈറ്റ് മണ്ണുണ്ട്, നദീതട എക്കൽ മണ്ണ് എന്നിവ കാണപ്പെടുന്നത് എവിടെയാണ് മക്കളെ? പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്ന എവിടെയാണ് കാണപ്പെടുന്നത്? പാലക്കാട് ഭാഗത്താണ് കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ പറയുന്നത് ഏതിനെ കുറിച്ചൊക്കെ പറഞ്ഞു? പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ കാര്യം പറഞ്ഞു, തൃശൂർ കാഞ്ഞങ്ങാട് സമതലത്തിന്റെ കാര്യം പറഞ്ഞു, പാലക്കാട് ചുരത്തിന്റെ കാര്യം പറഞ്ഞു അല്ലെ. പിന്നെ അപ്പൊ ഇതെല്ലാം ആരുടെ ഭാഗമായിട്ട് വരുന്ന? കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്ന ഭാഗമായിട്ട് വരുന്നതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നാലാമത്
എറണാകുളം തിരുവനന്തപുരം റോളിംഗ് സമതലം. എറണാകുളം തിരുവനന്തപുരം റോളിംഗ് സമതലം ആരാണ്? എത്രാമത്തെയാണ്? 4ാമത്തെ അല്ലെ. സമുദ്രനിരപ്പിൽ നിന്ന് കിഴക്കോട്ട് അധികം ഉയരത്തിലല്ലാതെ ഉയർന്നും താഴ്ന്നും കാണപ്പെടുന്ന വിഭാഗമാണ് എറണാകുളം തിരുവനന്തപുരം റോളിംഗ് സമതലം. എന്താണ്? സമുദ്രനിരപ്പിൽ നിന്ന് കിഴക്കോട്ട് അധികം ഉയരത്തിലല്ലാത്ത ഉയർന്നും താഴ്ന്നും കാണപ്പെടുന്ന വിഭാഗമാണ് എറണാകുളം തിരുവനന്തപുരം റോളിംഗ് സമതലം. ഇവിടെ ലാട്രൈറ്റ് മണ്ണ്, നദീതട എക്കൽ മണ്ണ് എന്നിവ കാണപ്പെടുന്നു. ലാട്രൈറ്റ് മണ്ണ്, നദീതട എക്കൽ മണ്ണ് എന്നിവ കാണപ്പെടുന്നത് എവിടെയാണ്? എറണാകുളം തിരുവനന്തപുരം റോളിംഗ് സമതലത്തിലാണ്. 5ാമത്തെ ആരാണ്? 5ാമത്തത് ഉയർന്ന കുന്നിൻ പ്രദേശങ്ങൾ. ഉയർന്ന കുന്നിൻ പ്രദേശങ്ങളാണ്. അതായത് മഴയുടെ അളവ് താരതമ്യേന കുറവായിട്ടുള്ള സ്ഥലമാണ് ഏത്? ഉയർന്ന കുന്നിൻ പ്രദേശങ്ങൾ. അർദ്ധ നിത്യഹരിത വനങ്ങളും ആർദ്ര ഇലപൊഴിയും കാടുകളും കാണപ്പെടുന്നു. എന്താണ്? അർദ്ധ നിത്യഹരിത വനങ്ങളും ആർദ്ര ഇലപൊഴിയും കാടുകളും കാണപ്പെടുന്നത് എവിടെയാണ്? ഉയർന്ന കുന്നിൻ പ്രദേശങ്ങളിലാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട മണ്ണിനം എന്ന് പറയുന്നത് ലാട്രൈറ്റ് മണ്ണാണ്. പ്രധാന മണ്ണിനം ലാട്രൈറ്റ് മണ്ണിനമാണ്. ക്ലിയർ അല്ലേ? 6ാമത്തത് ആരാണ്? 6ാമത്തത് അടിവാര മേഖല. 6 അടിവാര മേഖല. മലനാടിനോട് ഏറെ സാദൃശ്യമുള്ളതാണ്. മലനാടിനോട് ഏറെ ഉള്ളതാണ് അടിവാര മേഖല. മഴയുടെ അളവ് വളരെ കൂടുതലായിട്ടുള്ളത് എവിടെയാണ്? അടിവാര മേഖലയിലാണ്. കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ ഏറെയും കാണപ്പെടുന്നത് ഈ മേഖലയിലാണ്. ഏത് മേഖലയിലാണ്? അടിവാര മേഖലയിലാണ്. കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ ഏറെയും കാണപ്പെടുന്നത് അടിവാര മേഖലയിലാണ് അല്ലെ. ലാട്രൈറ്റ്, നദീതട എക്കൽ മണ്ണ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന മണ്ണിനങ്ങൾ. ഏതൊക്കെയാ? ലാട്രൈറ്റ്, നദീതട എക്കൽ മണ്ണ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? 7 ഏതാ? കിഴക്കൻ മലനാട്. 7 കിഴക്കൻ മലനാടാണ്. കിഴക്കൻ മലനാട് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് കിഴക്കൻ മലനാട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? 8 ആരാണ്? 8 പീഠഭൂമി. എന്താണ്? കേരളത്തിന്റെ പീഠഭൂമി. കേരളത്തിന്റെ പ്രധാനപ്പെട്ട പീഠഭൂമികളാണ് വയനാട് പീഠഭൂമി, പിന്നെ നെല്ലിയാമ്പതി പീഠഭൂമി, മൂന്നാർ പീരുമേട് പീഠഭൂമി, പെരിയാർ പീഠഭൂമി എന്നിവ. ഏതൊക്കെയാ കേരളത്തിലെ പ്രധാന പീഠഭൂമികൾ? ഏതൊക്കെയാ? വയനാട് പീഠഭൂമി, നെല്ലിയാമ്പതി പീഠഭൂമി, മൂന്നാർ പീഠഭൂമി, മൂന്നാർ പീരുമേട് പീഠഭൂമി, പെരിയാർ പീഠഭൂമി എന്നിവ അല്ലെ. പിന്നെ വയനാട് പീഠഭൂമിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി. വയനാട് പീഠഭൂമിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഏതാണ്? വയനാട് പീഠഭൂമിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ കാര്യം പറഞ്ഞു, അവസാനം പീഠഭൂമിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അടുത്തത് കേരളത്തിലെ ചുരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം എന്ന് പറയുന്നത് നമുക്കറിയാം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം എന്ന് പറയുന്നത് പാലക്കാട് ചുരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 16 ആണ്. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. എത്രയാണ്? 16 ആണ്. അതിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ചുരം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ് അല്ലെ. പിന്നെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ സഹ്യപർവ്വതത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരം ഏതാണ്? പാലക്കാട് ചുരമാണ്. ഓക്കെ അല്ലെ? പാലക്കാട് ചുരമാണ്. ക്ലിയർ അല്ലേ? പശ്ചിമഘട്ടത്തിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാന മലമ്പാത ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പാലക്കാട് ചുരമാണ്. ഏതാണ്? പാലക്കാട് ചുരമാണ്. ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. എന്താണ്? ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. ക്ലിയർ? പാലക്കാട് ചുരത്തിന് 32 മുതൽ 40 കിലോമീറ്റർ വരെ വീതിയുണ്ട്. പാലക്കാട് ചുരത്തിന് 32 മുതൽ 40 കിലോമീറ്റർ വരെ വീതിയുണ്ട്. 144 മീറ്റർ മാത്രം ശരാശരി ഉയരമുള്ള പാലക്കാടൻ ചുരം 80 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. 80 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. ക്ലിയർ അല്ലേ? പിന്നെ പറയുന്നത് പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. പാലക്കാട് ചുരം വഴി കടന്നു പോകുന്ന ദേശീയപാത ഏതാണെന്ന് ചോദിച്ചാൽ ദേശീയപാത എന്ന് പറയുന്നത് NH47. പണ്ടത്തെ NH47 പാലക്കാട് ചുരം വഴി ആയിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. ആ NH47ന്റെ പുതിയ പേരെന്ന് പറയുന്നത് ഏതാണ്? NH544. NH544 എന്നുള്ളതാണ് പഴയ NH47ന്റെ
പുതിയ പേര്. NH 544 ഇതുവഴിയാണ് കടന്നു പോകുന്നത് പാലക്കാട് ചുരത്തിൽ കൂടി അല്ലെ. പാലക്കാട് ചുരം കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ്. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 16 ആണ്. എത്രയാണ്? 16 ആണ്. പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. ക്ലിയർ അല്ലേ? പിന്നെ പറയുന്ന കാര്യം, കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരമുണ്ട്. ആ ചുരത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ ഏത് ചുരമാണ്? ആലുവാമൊഴി ചുരമാണ്. ഏതാണ്? ആലുവാമൊഴി ചുരമാണ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരമാണ് ആലുവാമൊഴി ചുരം. ഓക്കെ, ആലുവാമൊഴി ചുരത്തിലൂടെ കന്യാകുമാരിയിൽ നിന്ന് കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആലുവാമൊഴി ചുരത്തിലൂടെയാണ് കന്യാകുമാരിയിൽ നിന്ന് കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ കന്യാകുമാരിയിൽ നിന്ന് കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന അല്ലെങ്കിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള ചുരം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏത് ചുരമാണ്? കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ചുരമായിട്ടുള്ള ആലുവാമൊഴി ചുരമാണ്. ക്ലിയർ അല്ലേ? കൊല്ലം ചെങ്കോട്ട ദേശീയപാത 744 പഴയ NH 208 കടന്നു പോകുന്നത് കൊല്ലം ജില്ലയുടെ കിഴക്ക് ഭാഗത്തുള്ള ആര്യങ്കാവ് ചുരം വഴിയാണ്. ആര്യങ്കാവ് ചുരം കൊല്ലം ജില്ലയിലാണെന്നുള്ള കാര്യം ഓർക്കുക. കൊല്ലം ജില്ലയുടെ കിഴക്ക് ഭാഗത്തുള്ള ആര്യങ്കാവ് ചുരം വഴിയാണ് ഏതാണ്? NH 744 കടന്നു പോകുന്നത്. ഓക്കെ അല്ലെ? ആര്യങ്കാവ് ചുരം കടന്നു വരുമ്പോൾ കേരളത്തിൽ ആദ്യം എത്തിച്ചേരുന്ന പട്ടണം ഏതാണെന്ന് ചോദിച്ചാൽ പുനലൂരാണ്. ഏതാണ്? ആര്യങ്കാവ് ചുരം കടന്നു വരുമ്പോൾ കേരളത്തിൽ ആദ്യം എത്തിച്ചേരുന്ന പട്ടണം ഏതാണ്? പുനലൂരാണ്. ഏതാണ്? പുനലൂരാണ്. ക്ലിയർ അല്ലേ? കൊച്ചി മധുര ദേശീയപാത NH 85 പഴയ NH 49 കടന്നു പോകുന്നത് ബോഡിനായ്ക്കന്നൂർ ചുരം വഴിയാണ്. ഏതാണ്? ബോഡിനായ്ക്കന്നൂർ ചുരം വഴിയാണ് കൊച്ചി മധുര ദേശീയപാതയായിട്ടുള്ള NH 85 കടന്നു പോകുന്നത്. പഴയ NH 49. ക്ലിയർ അല്ലേ? തമിഴ്നാട്ടിലെ മധുര ജില്ലയെ ഇടുക്കിയുമായി ബന്ധിപ്പിക്കുന്നത് ബോഡിനായ്ക്കന്നൂർ ചുരമാണ്. ഏതാണ്? തമിഴ്നാട്ടിലെ ഏതാണ്? മധുര ജില്ലയെ ഇടുക്കിയുമായി ബന്ധിപ്പിക്കുന്നത് ബോഡിനായ്ക്കന്നൂർ ചുരമാണ്. ക്ലിയർ അല്ലേ? നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലെ? വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ പാൽ ചുരമാണ്. ഏതാണ്? വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് എന്ന് ചോദിച്ചാൽ പാൽ ചുരമാണ്. ഏതാണ്? പാൽ ചുരമാണ്. ക്ലിയർ അല്ലേ? വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് താമരശ്ശേരി ചുരമാണ്. ഏതാണ്? വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏത് ചുരമാണ്? താമരശ്ശേരി ചുരമാണ് വയനാടിന്റെ പ്രവേശന കവാടം എന്ന് അറിയപ്പെടുന്നത്. താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയിലാണ്. താമരശ്ശേരി ചുരം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. വയനാട് ചുരം എന്നും അറിയപ്പെടുന്നു അല്ലെ? നമ്മൾ പറഞ്ഞു വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് താമരശ്ശേരി ചുരമാണ്. താമരശ്ശേരി ചുരം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ലയിലാണെന്ന് പറയരുത്. താമരശ്ശേരി ചുരം ഏത് ജില്ലയിലാണ്? അത് കോഴിക്കോട് ജില്ലയിലാണ്. അത് വയനാട് ചുരം എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലെ? താമരശ്ശേരി ചുരം കോഴിക്കോടിനെ വയനാടുമായിട്ട് ബന്ധിപ്പിക്കുന്നു. താമരശ്ശേരി ചുരം എന്ത് ചെയ്യുന്നു? കോഴിക്കോടിനെ വയനാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? താമരശ്ശേരി ചുരമാണ്. ക്ലിയർ അല്ലേ? ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം ഏതാണെന്ന് ചോദിച്ചാൽ പേരമ്പാടി ചുരമാണ്. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം ഏതാണെന്ന് ചോദിച്ചാൽ പേരമ്പാടി ചുരമാണ്. അതിനാൽ കർണാടക ഗവൺമെന്റ് രാത്രി കാലങ്ങളിൽ പേരമ്പാടി ചുരം വഴിയുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പേരമ്പാടി ചുരം എന്ന് പറയുന്നത് ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തായതുകൊണ്ട്, ബന്ദിപ്പൂർ എന്ന് പറയുന്നത് കർണാടകത്തിലായതുകൊണ്ട് അതിന്റെ അതുവഴിയുള്ള ആ ചുരം വഴിയുള്ള യാത്ര എന്ന് പറയുന്നത് കർണാടക സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? അത് നിരോധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? കേരളത്തെയും കർണാടകയിലെ കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം. നമ്മളിപ്പോ പറഞ്ഞു പേരമ്പാടി ചുരത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? പേരമ്പാടി ചുരം എന്ന് പറയുന്നത് കേരളത്തിനെയും കർണാടകത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന്റെ അടുത്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ പേരമ്പാടി ചുരം എന്ന് പറയുന്നത് കേരളത്തെയും കർണാടകത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ആ കർണാടകത്തിൽ ഏത് സ്ഥലവുമായിട്ട് ബന്ധിപ്പിക്കുന്നു? കർണാടകയിലെ കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏത് ചുരമാണ്? പേരമ്പാടി ചുരമാണ്. ഏത് ചുരമാണ്? പേരമ്പാടി ചുരമാണ്. ക്ലിയർ ആണല്ലോ? അപ്പം കേരളത്തിന്റെ ചുരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കേരളത്തിലെ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം 16 ആണ്. അതിൽ ഏറ്റവും വലിയ ചുരം എന്ന് പറയുന്നത് പാലക്കാട് ചുരമാണ്. ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരം എന്ന് പറയുന്നത് ഏതാണെന്ന് പറഞ്ഞു? തെക്കേ അറ്റത്തുള്ള ചുരം ഏതാണ്?
ആരുവാമൊഴി ചുരമാണ് അല്ലെ. പിന്നെ നമ്മൾ ആര്യങ്കാവ് ചുരത്തിന്റെ കാര്യം പറഞ്ഞു, പിന്നെ ബോഡിനായക്കന്നൂർ ചുരത്തിന്റെ കാര്യം പറഞ്ഞു, പിന്നെ കേരളത്തിനെയും കർണാടകയിലെ കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം പേരമ്പാടി ചുരത്തിന്റെ കാര്യം പറഞ്ഞു. പേരമ്പാടി ചുരം ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് കർണാടക ഗവൺമെന്റ് രാത്രികാലങ്ങളിൽ പേരമ്പാടി ചുരം വഴിയുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അടുത്തത് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തോട്ട് നമ്മൾ കയറുകയാണ്. കേരളത്തിലെ പ്രധാനമായിട്ടുള്ള മണ്ണിനങ്ങളെ നമ്മൾ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു? 7 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിനകത്ത് 1 എന്ന് പറയുന്നത് തേരി മണ്ണ് എന്നറിയപ്പെടുന്നത്. ഏതാണ്? തേരി മണ്ണ്. 2 ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാട്രൈറ്റ് മണ്ണ്. 3 എക്കൽ മണ്ണ്. 4 ചെളിമണ്ണ്. 5 ഉപ്പ് മണ്ണ്. 6 പരുത്തി കരിമണ്ണ്. 7 കാട്ടുമണ്ണ്. എന്നിങ്ങനെ കേരളത്തിലെ മണ്ണിനങ്ങളെ 7 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. തേരിമണ്ണ്, ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാട്രൈറ്റ് മണ്ണ്, എക്കൽ മണ്ണ്, ചെളിമണ്ണ്, ഉപ്പ് മണ്ണ്, പരുത്തിക്കരി മണ്ണ്, കാട്ടുമണ്ണ് എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഒരിനം മണ്ണാണ് ഏത്? തേരിമണ്ണ് എന്നറിയപ്പെടുന്നത്. എന്താണ്? തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഒരുതരം മണ്ണാണ് തേരിമണ്ണ് എന്ന് അറിയപ്പെടുന്നത്. കോഴിക്കോട്, കണ്ണൂർ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വടക്കൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ലാട്രൈറ്റ് മണ്ണ്. ഏതാണ്? വടക്കൻ ഭാഗങ്ങളിൽ. ഏതാണ് വടക്കൻ ഭാഗങ്ങളിൽ? കോഴിക്കോട്, കണ്ണൂർ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വടക്കൻ ഭാഗങ്ങളിൽ കാണുന്ന മണ്ണാണ് ലാട്രൈറ്റ് മണ്ണ്. നല്ല മഴയും ഉയർന്ന താപനിലയുമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥ ലാട്രൈറ്റ് രൂപീകരണത്തിന് സഹായകരമാണ്. ഓക്കെ അല്ലെ? ജലം തങ്ങി നിൽക്കാത്ത മണ്ണിനമാണ് ലാട്രൈറ്റ്. ജലം തങ്ങി നിൽക്കാത്ത മണ്ണിനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏത് മണ്ണിനമാണ്? ലാട്രൈറ്റ് മണ്ണിലാണ് ജലം തങ്ങി നിൽക്കാത്തത്. ക്ലിയർ അല്ലേ? ലാട്രൈറ്റ് മണ്ണിന്റെ കാര്യം പറയുന്നു. റബ്ബർ, കുരുമുളക്, കശുവണ്ടി മുതലായവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ലാട്രൈറ്റ് മണ്ണാണ്. ഏതാണ്? റബ്ബർ ഉണ്ട്, കുരുമുളകുണ്ട്, കശുവണ്ടിയുണ്ട്, ഈ മുതലായവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ലാട്രൈറ്റ് മണ്ണാണ്. ഓക്കെ അല്ലെ? കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കാണപ്പെടുന്ന അത്യധികം വളക്കൂർ നിറഞ്ഞ മണ്ണാണ് എക്കൽ മണ്ണ് എന്നറിയപ്പെടുന്നത്. ഏതാണ്? എക്കൽ മണ്ണ്. എന്താണ്? കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കാണപ്പെടുന്ന അത്യധികം വളക്കൂർ നിറഞ്ഞ മണ്ണാണ് എക്കൽ മണ്ണ്. നെല്ല്, വാഴ, മരച്ചീനി എന്നിവയാണ് ഈ മണ്ണിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. നെല്ല്, വാഴ, മരച്ചീനി എന്നിവയാണ് ഈ മണ്ണിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? പിന്നീട് പറയുന്നത് എറണാകുളം, തൃശൂർ മേഖലകളിൽ കാണപ്പെടുന്ന ലവണാംശം കൂടിയ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉപ്പ് മണ്ണാണ്. എറണാകുളം, തൃശൂർ മേഖലകളിൽ കാണപ്പെടുന്ന ലവണാംശം കൂടിയ മണ്ണാണ് ഏത്? ഉപ്പ് മണ്ണ്. ഓക്കെ അല്ലെ? പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ, പ്രധാനമായിട്ടും ചിറ്റൂർ, പാലക്കാടാണല്ലോ ചിറ്റൂർ, ആ ഒരു പ്രധാനമായിട്ടും പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഇരുണ്ട നിറമുള്ള ജൈവാംശം കുറഞ്ഞ മണ്ണ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പരുത്തിക്കരി മണ്ണാണ്. ഏതാണ്? പരുത്തിക്കരി മണ്ണാണ്. എന്താണ്? ചിറ്റൂർ ഭാഗത്ത് അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഇരുണ്ട നിറമുള്ള ജൈവാംശം കുറഞ്ഞ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പരുത്തിക്കരി മണ്ണാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഏത്? പരുത്തിക്കരി മണ്ണ് എന്ന് പറയുന്നത്. സംസ്ഥാനത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന എന്താണ്? പശ്ചിമരാശി സ്വഭാവമുള്ള മണ്ണാണ് കാട്ടുമണ്ണ്. എന്താണ്? കിഴക്കൻ പ്രദേശങ്ങളിൽ ഈ ഭാഗത്ത് കാണപ്പെടുന്ന പശ്ചിമരാശി സ്വഭാവമുള്ള മണ്ണാണ് കാട്ടുമണ്ണ്. അമ്ല സ്വഭാവമുള്ള ഈ മണ്ണിൽ നൈട്രജൻ കൂടിയ തോതിൽ കാണപ്പെടുന്നു. അമ്ല സ്വഭാവമുള്ള ഈ മണ്ണിൽ നൈട്രജൻ കൂടിയ തോതിൽ കാണപ്പെടുന്നു. ക്ലിയർ അല്ലേ? പ്രത്യേക ഇനമായി പരിഗണിക്കുന്ന കുട്ടനാടൻ മണ്ണിനെ കായൽ മണ്ണ്. എന്താണ്? കായൽ മണ്ണ്. പിന്നെ കരപ്പാടം മണ്ണ്, കായൽ മണ്ണ്, കരപ്പാടം മണ്ണ്, കാരിമണ്ണ് എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ കുട്ടനാടൻ ഭാഗത്ത് കാണുന്ന മണ്ണ്, ആ ഒരു മണ്ണ് അതിനെ നമ്മൾ എങ്ങനെ തിരിച്ചിട്ടുണ്ട്? കായൽ മണ്ണായിട്ടും കരപ്പാടം മണ്ണായിട്ടും കാരിമണ്ണായിട്ടും നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 68% ലാട്രൈറ്റ് മണ്ണാണ്. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ എത്രയാണ്? 68% എന്താണ്? ലാട്രൈറ്റ് മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനവും ഏത് മണ്ണിനുമാണ്? ലാട്രൈറ്റ്. ലാർജ് ആണെന്ന് എടുക്കുക. ലാർജ് ആണ് ലാട്രൈറ്റ്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനവും ഏത് തന്നെയാണ്? ലാട്രൈറ്റ് മണ്ണാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് ശതമാനാടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോൾ 68% ഏത് തരം മണ്ണാണ്? ലാട്രൈറ്റ് മണ്ണാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തോട്ട് കയറുന്നു. കേരളത്തിലെ പ്രധാന ദ്വീപുകൾ എന്ന് പറയുന്നത്
വയനാട് നമ്മൾ ഈ വയനാട് കാണാൻ വേണ്ടി പോകുമ്പോൾ, വയനാട് ജില്ല കാണാനൊക്കെ പോകുമ്പോൾ തന്നെ കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന കുറുവാ ദ്വീപ് എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപാണ് ഇത് കുറുവാ ദ്വീപ്. ഏതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ദ്വീപുകളിൽ ഒന്നാണ് ഏത്? കുറുവാ ദ്വീപ്. അത് എവിടെയാണ്? വയനാട്ടിലാണ്. അത് ഏത് നദിയിലാണ്? കബനി നദിയിലാണ്. ഒത്തിരി എക്സാമ്പിൾക്ക് ചോദിച്ചിട്ടുണ്ട്. കുറുവാ ദ്വീപ് കേരളത്തിലെ ഏത് നദിയിലാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് നദിയിലാണ്? കബനി നദിയിലാണ്. ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് കുറുവാ ദ്വീപ് കാണപ്പെടുന്നത്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. പാതിരാമണൽ ദ്വീപ് ആലപ്പുഴ ജില്ലയിലാണ്. എറണാകുളത്ത് ഒരു ദ്വീപുണ്ട്, അത് വൈപ്പിൻ ദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. എറണാകുളത്തെ വൈപ്പിൻ ദ്വീപാണ് ഏറ്റവും ജനസാന്ദ്രത ഏറിയ ദ്വീപ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപാണ്. പാതിരാമണൽ ദ്വീപ് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ക്ലിയർ അല്ലേ? കൊച്ചി തുറമുഖം നിർമ്മിക്കുന്നതിന് വേണ്ടി കൊച്ചി കായലിന് ആഴം കൂട്ടാനായി എടുത്ത മണ്ണും ചെളിയും നിക്ഷേപിച്ച് നിർമ്മിച്ച ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ അത് വെല്ലിംഗ്ടൺ ദ്വീപാണ്. വെല്ലിംഗ്ടൺ ഐലൻഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ വെല്ലിംഗ്ടൺ ഐലൻഡ് ആണ് വെല്ലിംഗ്ടൺ ദ്വീപ്. എന്താണ് പ്രത്യേകത? കൊച്ചി തുറമുഖം നിർമ്മിക്കുന്നതിന് വേണ്ടി ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോ അല്ലെ. അപ്പൊ കൊച്ചി തുറമുഖം നിർമ്മിക്കുന്നതിന് വേണ്ടി കൊച്ചി കായലിന് ആഴം കൂട്ടാനായി എടുത്ത മണ്ണും ചെളിയും നിക്ഷേപിച്ച് നിർമ്മിച്ച ദ്വീപ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് വെല്ലിംഗ്ടൺ ഐലൻഡ് അല്ലെങ്കിൽ വെല്ലിംഗ്ടൺ ദ്വീപാണ്. ഓക്കെ അല്ലെ? ആരാണ് അതിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്? റോബർട്ട് ബ്രിസ്റ്റോ ആണ്. കണ്ണൂർ ജില്ലയിൽ അറബിക്കടലിന്റെ തീരത്തുള്ള ഒരു ചെറിയ തുരുത്താണ് ഏത്? ധർമ്മടം തുരുത്ത് എന്നറിയപ്പെടുന്നത്. ഏതാണ്? ധർമ്മടം. ധർമ്മടം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ അറബിക്കടലിന്റെ തീരത്തുള്ള ഒരു ചെറിയ തുരുത്താണ് ഏത്? ധർമ്മടം. ധർമ്മടം തുരുത്തിന്റെ 3 വശത്തും അഞ്ചരക്കണ്ടി പുഴയാണ്. ധർമ്മടം തുരുത്തിന്റെ 3 വശത്തും ഏത് പുഴയാണ്? അഞ്ചരക്കണ്ടി പുഴയാണ്. ക്ലിയർ അല്ലേ? കണ്ണൂർ ജില്ലയിലെ മറ്റൊരു ദ്വീപാണ് കൗവായി ദ്വീപ് എന്നറിയപ്പെടുന്നത്. കണ്ണൂർ ജില്ലയിലെ മറ്റൊരു ദ്വീപാണ് കൗവായി ദ്വീപ്. ഏതാണ്? കൗവായി ദ്വീപ്. കണ്ണൂർ ജില്ലയിലാണ് കൗവായി ദ്വീപ്. എഴുമാന്തുരുത്ത് ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ്. ഏതാണ്? എഴുമാന്തുരുത്ത് ദ്വീപ് എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ്. എഴുമാന്തുരുത്ത് ദ്വീപ് കോട്ടയം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്ത്. അപ്പൊ കൊല്ലം ജില്ലയിലാണ് മൺട്രോത്തുരുത്ത് എന്നുള്ളത് ഓർത്തിരിക്കുക. കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്ത് കല്ലടയാറും അഷ്ടമുടിക്കായലും തമ്മിൽ ചേരുന്നിടത്ത് സ്ഥിതി ചെയ്യുന്നു. കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്ത് കല്ലടയാറും അഷ്ടമുടിക്കായലും തമ്മിൽ ചേരുന്നിടത്ത് സ്ഥിതി ചെയ്യുന്നു. പിന്നെ കേരളത്തോട് ഏറ്റവും അടുത്ത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലക്ഷദ്വീപാണ്. ഏതാണ്? ലക്ഷദ്വീപാണ്. കേരളത്തോട് ഏറ്റവും അടുത്ത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ്. അത് ബംഗാൾ ഉൾക്കടലിലല്ല അല്ലെ. അപ്പം മനസ്സിലാക്കിക്കോണം. കേരളത്തോട് ഏറ്റവും അടുത്ത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം ഏതാണെന്ന് ചോദിച്ചാൽ, അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലക്ഷദ്വീപാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക, വെക്കുക. ക്ലിയർ അല്ലേ? പിന്നെ പച്ചത്തുരുത്ത് എന്നറിയപ്പെടുന്നത് ഏതാണ്? ധർമ്മടം തുരുത്താണ്. പച്ചത്തുരുത്ത് എന്നറിയപ്പെടുന്ന ദ്വീപ് ഏത് തുരുത്താണ്? ഏത് ദ്വീപാണ്? ധർമ്മടം ദ്വീപാണ് അല്ലെങ്കിൽ ധർമ്മടം തുരുത്താണ്. അത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ധർമ്മടം കണ്ണൂർ ജില്ലയിലാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ധർമ്മടം കണ്ണൂർ ജില്ലയിലാണ്. പിന്നെ മൺട്രോത്തുരുത്ത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. ഏഴുമാന്തുരുത്ത് ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ്. കൗവായി ദ്വീപ് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ കൗവായി. അപ്പൊ കണ്ണൂർ ജില്ലയിലാണ് കൗവായി ദ്വീപ്. പിന്നെ എവിടെയാണ്? ധർമ്മടം കണ്ണൂർ ജില്ലയിലാണ്. വെല്ലിംഗ്ടൺ ഐലൻഡ് കൊച്ചി എറണാകുളം ജില്ലയിലാണ് വെല്ലിംഗ്ടൺ ഐലൻഡ് അല്ലെ. പിന്നെ എറണാകുളം ജില്ലയിൽ വൈപ്പിൻ ദ്വീപ് എന്ന് പറയുന്നതാണ് ഏറ്റവും ജനസാന്ദ്രതയേറിയ ദ്വീപ് എന്ന് പറയുന്നത്. പിന്നെ പാതിരാമണൽ എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. കുറുവാ ദ്വീപ് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ഭാഗം ഏതാ? അടുത്ത കാര്യം ഏതാ കേരളത്തെ കുറിച്ച്? കേരളത്തിലെ പ്രധാന ധാതുക്കൾ. കേരളത്തിലെ പ്രധാനപ്പെട്ട ധാതുക്കൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ? ഇൽമനൈറ്റ് ഉണ്ട്, മോണോസൈറ്റ്, കളിമണ്ണ്, ബോക്സൈറ്റ്, ഇരുമ്പ്, ചുണ്ണാമ്പുകല്ല്, ഗ്രാഫൈറ്റ്, സ്വർണം, അഭ്രം എന്നിവ കേരളത്തിൽ കാണുന്ന പ്രധാന ധാതുക്കളാണ്. ഏതൊക്കെയാ? ഇൽമനൈറ്റ് ഉണ്ട്, മോണോസൈറ്റ് ഉണ്ട്, കളിമണ്ണുണ്ട്, പിന്നെ ബോക്സൈറ്റ് ഉണ്ട്, ഇരുമ്പുണ്ട്, ചുണ്ണാമ്പുകല്ലുണ്ട്, പിന്നെ ഗ്രാഫൈറ്റ് ഉണ്ട്, സ്വർണമുണ്ട്, അഭ്രം എന്നിവ കേരളത്തിൽ കാണുന്ന പ്രധാന ധാതുക്കളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കേരളത്തിലെ ധാതു പര്യവേഷണത്തിന് നേതൃത്വം നൽകുന്നത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും പിന്നെ കേരള സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമാണ്. പിന്നെ ഏതൊക്കെയാ? ഒന്നുകൂടെ പറയാം. കേരളത്തിലെ ധാതു പര്യവേഷണത്തിന് നേതൃത്വം നൽകുന്നത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും കേരള
കേരള സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചേർന്നാണ്. ഏതൊക്കെയാ ഒന്നുകൂടെ പറയാം. കേരളത്തിലെ ധാതു പര്യവേഷണത്തിന് നേതൃത്വം നൽകുന്നത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും കേരള സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും ചേർന്നാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? കേരള മിനറൽസ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലെ ചവറയിലാണ്. എവിടെയാണ്? കൊല്ലം ജില്ലയിലെ ചവറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? ചവറയിലാണ്. ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ചവറയിലാണ്. ചവറ ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കേരളത്തിൽ ഇൽമനൈറ്റ് മോണോസൈറ്റ് നിക്ഷേപം വൻതോതിൽ കാണപ്പെടുന്നത് കൊല്ലം ജില്ലയിലെ നീണ്ടകര, ചവറ, കോവിൽത്തോട്ടം എന്നീ തീരപ്രദേശങ്ങളിലാണ്. എന്താണ്? കേരളത്തിൽ ഇൽമനൈറ്റ് മോണോസൈറ്റ് നിക്ഷേപം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് കൊല്ലം ജില്ലയിലാണ്. അത് നീണ്ടകര, ചവറ, കോവിൽത്തോട്ടം എന്നീ തീരപ്രദേശങ്ങളിലാണ് എന്ന് പറയപ്പെടുന്നു. മോണോസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ആണവ ധാതുവാണ് തോറിയം. മോണോസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ആണവ ധാതുവാണ് തോറിയം എന്ന് അറിയപ്പെടുന്നത്. കളിമണ്ണിന്റെ ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ളത് കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ്. കളിമണ്ണ് കുണ്ടറയിലാണെന്ന് എടുക്കുക. അപ്പൊ എന്താണ്? കളിമണ്ണിന്റെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലെ കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണെന്ന് മനസ്സിലാക്കുക. അവിടെ കുണ്ടറ സിറാമിക്സ് ഒക്കെ ഉണ്ട്. കുണ്ടറ സിറാമിക്സിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ അത് കളിമണ്ണാണ്. ഏതാണ്? കളിമണ്ണാണ്. ക്ലിയർ അല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ ബോക്സൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്താണ്. ഏതാണ്? എന്താ കണ്ടെത്തിയിരിക്കുന്നത്? ബോക്സൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വടക്ക് ജില്ലയായിട്ടുള്ള കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്താണ്. കുമ്പളയെ എവിടെ തന്നെ? കാസർഗോഡ്. കുമ്പള, കാഞ്ഞങ്ങാട് എന്നീ പ്രദേശങ്ങളിലും ബോക്സൈറ്റ് നിക്ഷേപം കണ്ടുവരുന്നു. കാസർഗോഡ് ജില്ലയിലെ കുമ്പള, കാഞ്ഞങ്ങാട് പ്രദേശങ്ങളിലും ബോക്സൈറ്റ് നിക്ഷേപം കണ്ടുവരുന്നു. എന്നാൽ ഏറ്റവും വലിയ ബോക്സൈറ്റ് നിക്ഷേപം കേരളത്തിലെ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നീട് പറയുന്നു കേരളത്തിന്റെ കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇരുമ്പിന്റെ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ്? കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇരുമ്പിന്റെ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളതാണ്. കേരളത്തിൽ ചുണ്ണാമ്പുകല്ല് നിക്ഷേപം കൂടുതലായി കണ്ടെത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലാണ്. എവിടെയാ? പാലക്കാട് ജില്ലയിലെ വാളയാറിലാണ്. എന്താണ്? എന്തിന്റെയാ? ചുണ്ണാമ്പ് കല്ലിന്റെ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ വാളയാറിലാണ്. ക്ലിയർ അല്ലേ? പിന്നീട് പറയുന്നു എന്താണ്? കണ്ണൂർ ജില്ലയിലും വൈക്കം, വാഴാനപ്പള്ളി, കൊടുങ്ങല്ലൂർ പ്രദേശങ്ങളിലുമായി ചുണ്ണാമ്പുകല്ല് കാണപ്പെടാറുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഉണ്ട്, വൈക്കത്തുണ്ട്, വാടാനപ്പള്ളിയിലുണ്ട്, കൊടുങ്ങല്ലൂർ എന്നീ പ്രദേശങ്ങളിലും ചുണ്ണാമ്പുകല്ല് നിക്ഷേപം കാണപ്പെടാറുണ്ട് എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? മലബാർ സിമന്റ്സ് സ്ഥിതി ചെയ്യുന്നത് വാളയാറിലാണ്. മലബാർ സിമന്റ്സ് ഇതൊരു ചോദ്യമായിട്ട് PSC നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. മലബാർ സിമന്റ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ, അല്ലെങ്കിൽ പാലക്കാട് വാളയാർ ആണെന്നുള്ള കാര്യം എടുത്തു വെക്കുക, മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? പിന്നീട് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേ. ട്രാവൻകൂർ സിമന്റ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിലെ നാട്ടകത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ട്രാവൻകൂർ സിമന്റ്സ് സ്ഥിതി ചെയ്യുന്നത്. PSCക്ക് നേരത്തെ ചോദിച്ച ചോദ്യമാണ്. ട്രാവൻകൂർ സിമന്റ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ് ട്രാവൻകൂർ സിമന്റ്സ്? കേരളത്തിലെ എവിടെയാണ്? കോട്ടയം ജില്ലയിലെ നാട്ടകത്താണ്. എവിടെയാണ്? നാട്ടകത്താണ്. ക്ലിയർ. സിമന്റ് ഫാക്ടറികളിൽ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന ഏത് കല്ലാണ്? ചുണ്ണാമ്പ് കല്ലാണ്. ഏതാണ്? സിമന്റ് ഫാക്ടറികളിൽ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്നത് ചുണ്ണാമ്പ് കല്ലാണ്. കേരളത്തിൽ ഗ്രാഫൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ലകളാണ് കൊല്ലം, തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നിവ. ഏതൊക്കെയാ? കൊല്ലമുണ്ട്, തിരുവനന്തപുരമുണ്ട്, കോട്ടയമുണ്ട്, ഇടുക്കി, എറണാകുളം എന്നിവ കേരളത്തിൽ ഗ്രാഫൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ലകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് വയനാട് ജില്ലയിലെ മേപ്പാടി, പിന്നെ വൈത്തിരി, മാനന്തവാടി പ്രദേശങ്ങളിലും മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലും. എവിടൊക്കെയാ? സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, മാനന്തവാടി എന്നീ പ്രദേശങ്ങളിലും മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലുമാണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്. കേരളത്തിൽ അഭ്രം നിക്ഷേപം കൂടുതലായി കണ്ടെത്തിയിട്ടുള്ളത് തിരുവനന്തപുരം, മൈക്ക. കേരളത്തിൽ അഭ്രം നിക്ഷേപം കൂടുതലായി കണ്ടെത്തിയിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൽ കാണപ്പെടുന്ന ഒരേയൊരു ഇന്ധന ധാതുവാണ് ലിഗ്നൈറ്റ്. ഏതാണ്? കേരളത്തിൽ കാണപ്പെടുന്ന ഒരേയൊരു ഇന്ധന ധാതുവാണ് ലിഗ്നൈറ്റ്. ഏതാണ്? ലിഗ്നൈറ്റ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയില് ലിഗ്നൈറ്റ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു. എവിടെയാണ്? വർക്കലയില്.
ആലപ്പുഴയിലെ ചേർത്തലയിൽ എന്ത് കാണാറുണ്ട്? സ്ഫടിക മണലിന്റെ സാന്നിധ്യമുണ്ട്. എന്താണ്? ആലപ്പുഴയിലെ ചേർത്തലയിൽ സ്ഫടിക മണലിന്റെ സാന്നിധ്യമുണ്ട്. കേരളത്തിൽ സിലിക്ക നിക്ഷേപം കാണപ്പെടുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ്. എന്താണ്? കേരളത്തില് സിലിക്ക നിക്ഷേപം കാണപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ എവിടെയാണ്? ചേർത്തലയിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന രത്നക്കല്ല് ഇനങ്ങളാണ് മാർജാര നേത്രം, അലക്സാൻഡ്രൈറ്റ് എന്നിവ. എന്താണ്? തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന രത്നക്കല്ല് ഇനങ്ങളാണ് മാർജാര നേത്രം, അലക്സാൻഡ്രൈറ്റ് എന്നിവ. ക്ലിയർ അല്ലേ? കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ കിഴക്കൻ ഭാഗങ്ങളിലാണ് രത്നങ്ങളുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അപ്പം കേരളത്തിന്റെ പ്രധാന ധാതുക്കളുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്ത് നമ്മൾ തീർത്തിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകളുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേരളത്തിന്റെ കാലാവസ്ഥ നോക്കണം. പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ നമ്മൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യണം. 44 നദികളെ കുറിച്ചും അതിന്റെ ഉത്ഭവ സ്ഥാനങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട നദികളെ കുറിച്ച് പറയുന്നുണ്ട്. എടുത്തെടുത്ത് ഓരോ നദികളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണം. കേരളത്തിലെ കായലുകൾ, അങ്ങനെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.